രണ്ടാമത്തെ ആയത്ത് 102. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമ യുൻഫഖു ഫിസ്സൂർ ونحشر المجرمين يومئذ زرقا يتخافتون بينهم إن لبثتم إلا عشرا نحن أعلم بما يقولون إذ يقول أمثلهم طريقة إن لبثتم إلا يوما إذ يقول أمثلهم طريقة إن لبثتم إلا يوما ويسألونك عن الجبال فقل ينسفها ربي نسفا فيذرها قاعا صفصفا لا ترى فيها عوجا ولا أمتا يومئذ يتبعون الداعي لا عوج له وخشعت الأصوات للرحمن فلا تسمع إلا همسا. അപ്പോൾ അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങൾ വിവരിച്ചതിൻ്റെ ശേഷം ഇതനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അവസാനം പരാജയപ്പെടും എന്നാണ് അള്ളാഹു നമ്മളെ ഇതിൽ കൂടി പഠിപ്പിക്കുന്നത്. അടുത്ത ആയത്തുകൾ ഖിയാമത്ത് നാളിലുണ്ടാകുന്ന അഹ്വാലു യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൻ്റെ ദുരന്തങ്ങളെ പറ്റിയാണ് പറയുന്നത്. നുഫിഖ ഫിസ്സൂരി എന്ന പദം ഖുർആനിൽ പലയിടത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സൂറ് എന്ന് പറഞ്ഞാൽ പഴയ ഭാഷയിൽ കൊമ്പ് എന്നാണ്. കൊമ്പിൽ ഊതപ്പെടുക, കാഹളത്തിൽ ഊതപ്പെടുക എന്നൊക്കെയാണ് അതിൽ ഒരു ഭാഷാപരമായിട്ട് പറയാറുള്ളത്. എന്ന് പറഞ്ഞാൽ വിളംബരം ചെയ്യുക എന്നാണ് ഇന്നത്തെ ഒരർത്ഥം. നുഫിഖ ഫിസ്സൂർ എന്ന് പറഞ്ഞാൽ വിളംബരം ചെയ്യുക എന്നാണ്. ഒരു കാര്യം പഴയ കാലത്ത് രാജാക്കന്മാർ വിളംബരം ചെയ്തിരുന്നത് വലിയ കാഹളം പിന്നുണ്ടായതാണ്, കൊമ്പിൽ ഊതുകയായിരുന്നു. അതിൽ കൂടി ജനങ്ങളെ വിവരമറിയിക്കുകയായിരുന്നു അത്രേ പഴയ കാലത്തൊക്കെ വിളംബരം ചെയ്യാനുണ്ടായത്. ബാങ്ക് കൊടുക്കാനുള്ള, നമസ്കാരം അറിയിക്കാൻ വേണ്ടി സഹാബിമാരും നബിയുമായി ഒരു ചർച്ച നടത്തി. എന്തു ചെയ്യണം, നമസ്കാരത്തിൻ്റെ സമയം അറിയിക്കാൻ എന്ന് ഒരു ചർച്ച നടത്തിയപ്പോൾ പലരും, ചില ആളുകൾ മണി മുഴക്കുക എന്ന് പറഞ്ഞു. എന്നാൽ അത് മറ്റൊരു മതവിഭാഗത്തിൻ്റേതല്ലേ, അപ്പോൾ അത് നമ്മൾക്ക് അനുകരിക്കണ്ട എന്ന് പറഞ്ഞു. പിന്നെ കാഹളത്തിൽ ഊതുക എന്ന് പറഞ്ഞു. അവസാനം എത്തിപ്പെട്ടതാണ് ബാങ്കിലെത്തിയതാണ്. അത് അല്ലാഹു തആല സഹാബിമാർക്ക് തോന്നിച്ചു കൊടുത്തു, സ്വപ്നത്തിൽ കൂടി തോന്നിച്ചു കൊടുത്തു. അത് നബിക്ക് വഹിയായിട്ടും അല്ലാഹു തആല അംഗീകരിച്ചു കൊടുത്തു. അങ്ങനെയാണ് ബാങ്ക് വിളിക്കുക എന്ന ഈ ഒരു നമസ്കാരത്തിലേക്കുള്ള നിദാ എന്ന് പറഞ്ഞാൽ വിളി. നമ്മൾ അദാൻ എന്ന് പറയും, അറിയിപ്പ്. അദാൻ എന്ന് പറഞ്ഞാൽ അറിയിപ്പ് ഉണ്ടായത്. അപ്പോൾ അവിടെയൊക്കെ ഈ കൊമ്പിൽ ഊതുക എന്ന് പറയുന്നത് കാഹളത്തിൽ ഊതുക എന്നുള്ളതാണ്. 2 നഫ്ഖ് ഉണ്ട് എന്ന് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് കൊണ്ടുള്ള 2 നഫ്ഖ് ഉണ്ട്. ഒന്നാമത്തെ നഫ്ഖ് മനുഷ്യരെല്ലാം മരിച്ചു വീഴുന്ന നഫ്ഖ്, അതായത് അള്ളാഹു ഉദ്ദേശിച്ച മലക്കുകളല്ലാത്ത, അള്ളാഹു ചില മലക്കുകളെ
ആദ്യത്തെ നഫ്ഖിൽ മരിച്ചു വീഴ്ത്തുകയില്ല. ആ മലക്കുകളല്ലാതെ ആ സൂറത്തു സുമറിൽ കാണാം, വ നുഫിഖ ഫിസ്സൂരി ഫസഈഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ഷാ അല്ലാഹ്. സൂറിൽ കൊമ്പിൽ ഊതപ്പെടുമ്പോൾ, അതായത് വിളംബരം ചെയ്യപ്പെടുമ്പോൾ, ഫസഈഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി, ഭൂമിയിലും ആകാശത്തിലുമുള്ളവരെല്ലാം വീണു പോകും, അല്ലെങ്കിൽ ബോധമില്ലാതെ മരിച്ചു വീണു പോകും. ഇല്ലാമൻ ഷാ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിച്ചവരൊഴിച്ച്. അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചവർ എന്ന് പറഞ്ഞാൽ അള്ളാഹു ആ ഒന്നാമത്തെ ഊത്തിൽ മരിക്കരുത് എന്ന് വിചാരിച്ച കുറച്ച് മലക്കുകളാണ് എന്നാണ് പറയുന്നത്. അവരൊഴിച്ച് അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ. പിന്നെ സുമ്മ നുഫിഖ ഫീഹി ഉഖ്റ, പിന്നെ വേറൊരു ഊത്തും കൂടി ഊതപ്പെടും, ഇസ്രാഫീൽ. ഫഇദാഹും ഖിയാമുൻ യൻളുറൂൻ, അപ്പോൾ ജനങ്ങൾ നോക്കിക്കൊണ്ട്, കണ്ണുവീഴ്ച നോക്കിക്കൊണ്ട് എഴുന്നേറ്റ് പോകും. അപ്പോൾ രണ്ട് നഫ്ഖത്തുണ്ട്. ഒന്ന് നഫ്ഖത്തു സഅഖ് എന്നാണ് അതിന് പറയുന്നത്. നഫ്ഖത്തു സഅഖ്, സഅഖ് എന്ന് പറഞ്ഞാൽ എല്ലാവരും മരിച്ചു വീഴുന്ന ആ ഊത്ത്. രണ്ടാമത്തെ നഫ്ഖത്ത് നഫ്ഖത്തുൽ ബഅസ്, പുനരുദ്ധരിക്കുക, ജീവിക്കുക, ഖബറിൽ നിന്ന്. ഫൈദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ എന്ന് പറഞ്ഞല്ലോ. ഫൈദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ, അവരുടെ ഖബറുകളിൽ നിന്ന് അവർ ഉണർന്നെഴുന്നേറ്റ് റബ്ബിങ്കലേക്ക് ഇങ്ങനെ ഓടിക്കൂടുന്ന ആ ഒരു ദിവസം, അത് രണ്ടാമത്തെ നഫ്ഖത്തുൽ ബഅസ്. അപ്പോൾ ആ നഫ്ഖത്തിനെ പറ്റിയാണ്, രണ്ടാമത്തെ നഫ്ഖത്തിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കിയാൽ, ഓടി നോക്കിയാൽ നമുക്ക് കാണാം. വ നുഫിഖ യൗമ യുൻഫഖു ഫിസ്സൂർ, സൂറിൽ ഊതപ്പെടുന്ന ദിവസം. സൂറ് എന്ന് പറഞ്ഞാൽ കൊമ്പിനാണ്, അതായത് കാഹളം, ശബ്ദം മുഴക്കാൻ ഉപയോഗിക്കുന്ന കൊമ്പുകൾ, അതിനാണ് സൂറ് എന്ന് പറയുക. സൂറത്ത് എന്ന് പറയുമ്പോൾ ചിത്രം എന്നാണ്. സ്വാദാണെങ്കിൽ സൂറത്ത് ചിത്രം, സീനാണെങ്കിൽ സൂറത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ അധ്യായം. പിന്നെ സൂറ് എന്ന് പറഞ്ഞാൽ, സീനാണെങ്കിൽ സൂറ് എന്ന് പറഞ്ഞാൽ അതിര് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിര്, നമ്മൾ അഴു വെക്കുക, അഗ് വെച്ചിട്ട് അതിരിടുക, അല്ലെങ്കിൽ ചെടി കൊത്തി വേലി കെട്ടി അതിരിടുന്നതിനാണ് സൂറ്, ഹദ് എന്ന് പറയാം. സൂറുൽ അർള്, ഭൂമിയുടെ അടയാളം, അതിര് എന്നാണ് അർത്ഥം സീനാണെങ്കിൽ. ഇവിടെ സ്വാദാണെങ്കിൽ കൊമ്പ്, കാഹളം എന്നൊക്കെയാണ്. അപ്പോൾ യുൻഫഖു ഫിസ്സൂർ, ആ സൂറിൽ ഊതപ്പെടുന്ന ദിവസം. അങ്ങനെ ഒരു ദിവസം ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളെ അറിയിച്ചിട്ടുണ്ട് ആ യൗമിനെ പറ്റി. യൗമ യഖൂമുർ റൂഹു വൽ മലായികത്തു സഫൻ ലാ യതകല്ലമൂൻ, ആത്മാവായ ജിബ്രീലും മലക്കുകളും ഒന്നും മിണ്ടാതെ, ആത്മാക്കളും അതുപോലെ ആത്മാവും മലക്കുകളുമെല്ലാം നിൽക്കുന്ന ദിവസം. ഇല്ലാമൻ അതിന ലഹുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹു സമ്മതം കൊടുത്തവർക്കല്ലാതെ ഒന്നും സംസാരിക്കാൻ കഴിയൂല എന്ന് പറയുന്ന ദിവസം. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി, സഹോദരനിൽ നിന്നും ഉമ്മയിൽ നിന്നും അതുപോലെ ഉപ്പയിൽ നിന്നുമെല്ലാം ഓടിപ്പോകുന്ന ദിവസം. അങ്ങനെ കുറേ ഒരു ചെറിയ അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വ തുകല്ലിമുനാ ഐദീഹിം വ തഷ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, വായകൾക്ക് സീലടിക്കപ്പെടുകയും എന്നിട്ട് കൈകൾ സംസാരിക്കുകയും കാലുകൾ സാക്ഷി പറയുകയും ചെയ്യുന്ന ദിവസം. ഇതൊക്കെ ഒരു ദിവസം തന്നെയാണ്, ലോകത്തിൻ്റെ അവസാനം. അള്ളാഹു നമ്മളെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്, ലോകം അവസാനിക്കും, നിങ്ങളുടെ ഈ നമ്മളെ സുഖവും ദുഃഖമൊക്കെ അവസാനിക്കണില്ലേ, അതോടൊപ്പം തന്നെ ലോകവും അവസാനിക്കും. കുറച്ച് സുഖം ഉണ്ടാകുമ്പോൾ കുറച്ചു കാലം കഴിഞ്ഞാൽ അതുകൊണ്ട് അവസാനിച്ച് പോകും, പിന്നെ ദുഃഖത്തേക്ക് വരും. ദുഃഖം എന്നും നിലനിൽക്കൂല, കുറേ സുഖം. അങ്ങനെ ദുന്യാവ് ഇങ്ങനെ അൽ ആലം മുത്തഗയ്യിറാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകം. അങ്ങനെ അവസാനം ഈ ലോകവും നശിക്കും എന്ന് അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ ശാശ്വതന്മാരല്ല എന്ന ഒരു ധാരണ എന്ത് ചെയ്യുമ്പോഴും നമുക്കുണ്ടാവണം എന്നതിനാണ്. നമ്മളിവിടെ ശാശ്വതന്മാരല്ല.
അതുകൊണ്ട് വിചാരിച്ച് നമ്മൾ വീടുണ്ടാക്കാതിരിക്കണ്ട, നമ്മൾ പിന്നെ കച്ചവടം ചെയ്യാതിരിക്കണ്ട, നമ്മൾ നാളേക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കൊന്നും വേണ്ട, അതൊക്കെ നമുക്ക് ചെയ്യണം. പക്ഷേ ശാശ്വതനല്ല, എന്നും ഇവിടെ ജീവിക്കുന്നവനല്ല. ഇസ്ലി ദുന്യാക്ക കഅന്നക തഈഷു അബദ, യഅമല്ലി ദുന്യാക്ക കഅന്നക തഈഷു അബദ വഅമല്ലി ആഖിറതിക കഅന്നക തുമൂതു ഗദ എന്ന് നബിയിൽ നിന്ന് ഉദ്ധരിച്ചൊരു ഹദീസുണ്ട്. അതിൽ ദുന്യാവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എന്നും ജീവിക്കുന്നവനാണെന്ന ആ ധാരണയോടുകൂടി പ്രവർത്തിച്ചാൽ മതി. എന്നാൽ ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നാളെ തന്നെ മരിക്കും എന്ന രൂപത്തിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ ദുന്യാവിൻ്റേത് കുറച്ച് നീട്ടിയേക്കാം, എന്നും ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ നാളേക്കായാലും മതി എന്ന് നീട്ടിയേക്കാം. എന്നാൽ ആഖിറത്തിന് വേണ്ടിയുള്ളത് നീട്ടിയേക്കാൻ പാടില്ല. നാളെ തന്നെ മരിച്ചും എന്ന രൂപത്തിൽ നീട്ടിവെക്കാതെ ആഖിറത്തിൻ്റേത് ചെയ്യണം. അതായത് അന്നന്നൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് തന്നെ നമ്മൾ ചെയ്തു തീർക്കണം, അത് നാളേക്ക് വെക്കരുത് എന്നൊക്കെയാണ് അതിൻ്റെ കടമകൾ, ഉത്തരവാദിത്തങ്ങൾ, ബാധ്യതകൾ. അതൊക്കെ എത്രയും പെട്ടെന്ന് തീർക്കണം. അങ്ങനെയൊക്കെയാണ് ദുന്യാവിനെ പറ്റി, ആ യൗമിനെ പറ്റി അല്ലാഹു തആല പറയുന്നത്. ആ യൗമാണ് ഇവിടെ അള്ളാഹു ആവർത്തിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞതാണ് യൗമ്. ചില ഖുർആനിൻ്റെ ഈ ഇജാസ് അത് ദൈവികമാണ് എന്ന് പറയുന്ന ചില പണ്ഡിതന്മാർ, ചിന്തകന്മാർ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ യൗമ് എന്ന വാക്ക്, യൗം യാ മീമ് യാ വാവ് മീമ്, യൗമുൻ എന്ന ഈ ഒരു പദം 365 വട്ടമാണ് ഖുർആനിൽ ഉപയോഗിച്ചത്. യൗമ് 365 ദിവസം, യൗമ് പറഞ്ഞ ദിവസം. പക്ഷെ നമ്മളങ്ങനെ ഖുർആനെ ഒരു ഡിജിറ്റലൈസ് ചെയ്യാനൊന്നും നമുക്ക് പാടില്ല. അത് പണ്ഡിതന്മാർ ഇഷ്ടപ്പെട്ടൊരു കാര്യമല്ല. ഷെഹർ എന്ന പദം 12 വട്ടമാണ്, യൗമ് എന്നത് പിന്നെ 365 സമയമാണ് എന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഖുർആൻ്റെ ഒരു ഡിജിറ്റലൈസേഷൻ എന്ന ഒരു വ്യൂവിൽ കൂടി നോക്കുമ്പോൾ. എന്നാൽ അൽ യൗമ, യൗമൻ, യൗമി അൽ അയ്യാമ്, അങ്ങനെ ഒരുപാട് വട്ടമുണ്ട്. അയ്യാമുകളുണ്ട്, യൗമിൻ്റെ ബഹുവചനാണ്, അൽ യൗമാന്നുണ്ട്. അപ്പോൾ അതൊക്കെ യൗമിൻ്റെ ബാക്കി തന്നെയല്ലേ. അപ്പം അങ്ങനെ ഡിജിറ്റലൈസ് ചെയ്യണ്ടെങ്കിലും അല്ലാഹു തആല ആ ഒരു ദിവസം ആ ദിവസം ആ ദിവസം എന്ന് ആവർത്തിച്ച് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. ആ ദിവസത്തെ പറ്റിയാണ് ഈ ആയത്തിൻ്റെ തുടക്കം. യൗമ യുൻഫഖു ഫിസ്സൂർ, വിളംബരം ചെയ്യപ്പെടുന്ന ദിവസം, അതായത് ലോകം അവസാനിക്കുകയാണെന്ന ആ ഒരു കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം, അല്ലെങ്കിൽ ആ സൈറൻ മുഴങ്ങുന്ന ദിവസം. വനഹ്ശുറുൽ മുജ്രിമീന, ഹശറ യഹ്ശുറു മഹ്ശർ, നമ്മളെപ്പോഴും പറയണ്ട ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലത്തിനാണ് മഹ്ശർ എന്നറിയാം. ഹസറ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടിയെന്ന. നഹ്ശുറു, നമ്മൾ ഒരുമിച്ച് കൂട്ടും. അൽ മുജ്രിമീന, കുറ്റവാളികളായ ആളുകളെ. യൗമ ഇതിൻ, ആ ദിവസം, അന്ന് ആ കാഹളത്തിൽ ഊടപ്പെടുന്ന ദിവസം നാം കുറ്റവാളികളെ ഒരുമിച്ച് കൂട്ടുന്നതാണ്. സുർഖൻ, അന്ധന്മാരായിക്കൊണ്ട് എന്നൊരർത്ഥമുണ്ട് സുർഖിന്. സുർഖ് എന്ന് പറഞ്ഞാൽ അന്ധന്മാരായിക്കൊണ്ട്. വേറൊരർത്ഥത്തിൽ സുർഖ് എന്ന് പറഞ്ഞാൽ നീലക്കണ്ണുകളുള്ളവരായിക്കൊണ്ട്. നീലക്കണ്ണുകൾ എന്ന് പറയുന്നത് പേടിച്ചരണ്ട് കണ്ണ് നീല നിറം ആയാൽ ശരീരത്തിന് പിന്നെ ഒന്നിനും ആവതില്ല എന്നുള്ളൊരു അർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നത്. സറക്കത്ത് ഐനുഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ കണ്ണ് കാണാതായി, പേടിച്ച് കണ്ണ് കാണാതെ. നമ്മൾ പറയാലോ പേടിച്ചരണ്ട് കണ്ണിരുട്ടായി എന്ന് മലയാളത്തിൽ പറയലുണ്ട്. കണ്ണിലിരുട്ടായി, പേടിച്ചിട്ട് കണ്ണിലിരുട്ടായി. ആ അർത്ഥത്തിലാണ് സുർഖൻ, കണ്ണ് അന്ധമായി. ഒമ്യൻ എന്ന അർത്ഥമുണ്ട്. അല്ലെങ്കിൽ കണ്ണ് നീലിച്ചുകൊണ്ട് നമ്മൾ മനുഷ്യന്മാർ പേടിച്ച് കണ്ണ് നീല നിറത്തിലാകും എന്ന അർത്ഥത്തിലും അത് അറബി ഭാഷയിലെ ഒരു പ്രയോഗമാണ്. ഭയപ്പെട്ട് പരിഭ്രമിച്ചാലുണ്ടാകുന്ന ഒരവസ്ഥക്കാണ് സുർഖ് എന്ന് പറയുക. അസ്റഖ് എന്ന് പറഞ്ഞാൽ നീല, അസ്റഖ് എന്ന് പറഞ്ഞാൽ നീല നിറമാണ്. ആ അർത്ഥത്തിലുള്ള സുർഖ്, പേടിച്ചരണ്ട് കണ്ണ് നീലിമയായുള്ള അവസ്ഥയിൽ അവരെ ഒരുമിച്ച് കൂട്ടും. അല്ലെങ്കിൽ കണ്ണ് ഇരുട്ടായിക്കൊണ്ടുള്ള അന്ധമായ അവസ്ഥയിൽ അവരെ ഒരുമിച്ച് കൂട്ടും. യതഖാഫത്തുന, അപ്പോൾ ആ ഒരു ദിവസം നമ്മളെപ്പോഴും
മനസ്സിലുണ്ടാവണം. ഇതിപ്പോൾ കയ്യും ഇവിടുന്ന് അങ്ങോട്ട് മരണത്തോടു കൂടി നമ്മൾ മരിച്ചു പോയാൽ പിന്നെ അത് ഇനി എത്ര നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ഖിയാമത്ത് നാൾ ഉണ്ടെങ്കിലും നമുക്കതിനൊരു ജീവിതമില്ലല്ലോ. ജീവിതം ഇതോടുകൂടി അവസാനിക്കല്ലേ. അപ്പോൾ നമ്മൾ ഇതോടുകൂടി അവസാനിക്കുമ്പോൾ പിന്നെ ഖിയാമത്തിൻ്റെ നാളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതാണ് അള്ളാഹു ഇതിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സുർഖൻ യതഖാഫതൂന ബൈനഹും, അവർക്കിടയിൽ അന്ന് ആ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം യതഖാഫതൂന, അവർ രഹസ്യമായി പറയും, ബൈനഹും അവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയും. എന്ത്? ഇൻ ലബിസ്തും ഇല്ലാ അഷ്റ. അഷ്ർ എന്ന് പറഞ്ഞാൽ 10 ദിവസമല്ലാതെ നിങ്ങൾ കഴിഞ്ഞുകൂടിയിട്ടില്ലല്ലോ. ലബിസ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുകൂടി. നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്ത ആയത്താണത്. 10 ദിവസമല്ലാതെ കഴിഞ്ഞുകൂടിയിട്ടില്ലല്ലോ എന്ന് അവരിങ്ങനെ മെല്ലെ പറയും. തഖാഫത്ത എന്ന് പറഞ്ഞാൽ ഖുഫിയത്ത്, രഹസ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. തഖാഫത്ത എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരിങ്ങനെ രഹസ്യമായിട്ട് പറയും. ഇൻ ലബിസ്തും ഇല്ലാ അഷ്റ, 10 നിങ്ങൾ കഴിഞ്ഞുകൂടിയിട്ടില്ല എന്ന്. 10 ദിവസമല്ലാതെ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ, അതായത് കുറച്ച് ദിവസം ഇല്ല. ബിസ്തുമില്ല യൗമൻ ഔബാദ യൗമിന്ന് വേറെ സ്ഥലത്തുണ്ട്. ഒരു ദിവസത്തിൻ്റെ അല്പമോ മാത്രമല്ലാതെ ദുന്യാവിൽ കഴിഞ്ഞുകൂടിയിട്ടില്ല. അതായത് ഈ ലോകം നമ്മൾ ശാശ്വതമാണ്, ഇവിടെ എന്നും സുഖമാണ്, നമ്മൾ എന്നും എന്ന് നമുക്ക് തോന്നുന്ന ലോകം നമ്മൾ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ഇതൊരു നൈമിഷികമായ ജീവിതമായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇത് കുറച്ച് ദിവസം, കുറച്ചു നേരം എന്ന് നമുക്ക് തോന്നിപ്പോകും. അതെന്തിനാണ് അള്ളാഹ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊരു നീണ്ട കാലയളവാണ് എന്ന് നിങ്ങളാരും വിചാരിക്കേണ്ട. ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാലയളവാണ്. അപ്പോൾ ആ ചെറിയ കാലയളവിൽ ചെയ്യാനുള്ളതൊക്കെ നല്ലോണം ചെയ്തു കൊള്ളുക, ചെയ്യാവുന്നിടത്തോളം കഴിയുന്നത്ര സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക എന്ന ഒരു പ്രചോദനം ഈ സന്ദേശം ഒരു 10 ദിവസമല്ലാതെ അല്ലെങ്കിൽ ലബിസ്തുനില്ല യൗമൻ ഔബാദ യൗമിൻ എന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നതിൽ കൂടി അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു താക്കീത് ഇതാണ്. ഈ ദുന്യാവിലുള്ള ജീവിതം കുറച്ചേ ഉള്ളൂ എന്ന് കരുതി നമ്മളാകെ പേടിച്ച് ബേജാറായി നീ എന്നാ കച്ചവടം തുടങ്ങണ്ട, ജോലിക്ക് പോകണ്ട, നീ ജോലിക്ക് പോയാൽ 10 കൊല്ലം പഠിച്ച് പിന്നെ ജോലി കിട്ടി, പിന്നെ അതിന് 2 കൊല്ലം കഴിഞ്ഞ്, അപ്പം നീ എന്തിനാ, അതൊന്നും നോക്കണ്ട. അതൊക്കെ നമ്മൾ ചെയ്യണം, പക്ഷേ എപ്പോഴും ധാരണയുണ്ടായിരിക്കണം നാളെ. അതാണ് നഹ്നു അഅലമു. അള്ളാഹുവിന് മറുപടി പറയാം. 10 ദിവസമല്ലാതെ നമ്മൾ കഴിഞ്ഞുകൂടിയിട്ടില്ല എന്ന ഒരു സ്വകാര്യമായി പറയുന്നതിന് അള്ളയാണ് പറയുന്നത് നഹ്നു അഅലമു, നാം ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ്. ബിമാ യഖൂലൂന, അവർ പറയുന്നതിനെ പറ്റി. അവർ പറയുന്നതൊക്കെ എനിക്ക് നല്ലോ അറിയാം. അങ്ങനെ ഓല് പറയും, ഓൽക്ക് അങ്ങനെ പറയാൻ തോന്നും. ഇത് യഖൂലു അംസിലത്തുഹും, അവരുടെ കൂട്ടത്തിലുള്ള അംസലുഹും തരീഖത്തൻ, ഏറ്റവും നല്ല വഴിക്ക് നടക്കുന്നവർ. ഏത് നല്ല വഴി? തരീഖത്ത് പറഞ്ഞാൽ വഴിയാണ്. അംസൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും മാതൃകായോഗ്യമായി നടക്കുന്നവർ എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ നല്ല ആള്, കൂട്ടത്തിൽ നല്ലവൻ പറയും ഇൻ ലബിസ്തും ഇല്ല യൗമായ 10 ദിവസമൊന്നുമില്ല, നിങ്ങൾ ഒരൊറ്റ ദിവസമല്ലാതെ ദുന്യാവിൽ കഴിഞ്ഞുകൂടിയിട്ടില്ല. അതായത് ആളുകൾ ഒന്നിച്ചിങ്ങനെ സ്വകാര്യമായിട്ട് 10 ദിവസം കഴിഞ്ഞുകൂടി എന്ന് പറയുമ്പോൾ കൂട്ടത്തിൽ ബുദ്ധിയും ആലോചനയും ഉള്ള ആ മനുഷ്യന്മാർ നല്ലവർ പറയുന്ന അംസലുഹും തരീഖത്ത് പറഞ്ഞാൽ നല്ല വഴിക്ക് നടക്കുന്നവൻ പറയും ഈ ലബിസ്തുമില്ല യൗമ, ഒരു ദിവസമല്ലാതെ നിങ്ങൾ താമസിച്ചിട്ടില്ലല്ലോ. അതാ അംസൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും മിസാലുള്ള മാതൃകയുള്ളവൻ, തരീഖത്തൻ വഴിയുടെ കാര്യത്തിൽ. അതിൻ്റെ അർത്ഥം മുഫസ്സിറുകൾ പറയുന്നത്, അതായത് ഏറ്റവും നല്ല നീതിമാനായ ആൾ, ഏറ്റവും നന്നായി കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്ന ആൾ, ഏറ്റവും നന്നായി കാര്യങ്ങൾ കണക്ക് കൂട്ടാൻ കഴിയുന്ന ആൾ. അത് പറഞ്ഞാൽ ഉള്ളതിൽ നല്ലവരായ ആളുകൾ പറയും 10 ദിവസമൊന്നുമില്ല, ഇൻ ലബിസ്തും ഇല്ലാ യൗമ, ഒരു ദിവസമല്ലാതെ നിങ്ങൾ ദുന്യാവിൽ ഇഹലോകത്ത് കഴിച്ചു കൂട്ടിയിട്ടില്ല എന്ന് പറയും. അതെന്തിനാണ് പറയുമെന്ന് പറഞ്ഞു തരേണ്ടത്? അത്രേ മാത്രമേ ജീവിതം ഉള്ളൂ എന്ന് നമ്മളെ പഠിപ്പിക്കാനാണ്. പിന്നെ വയസ്അലൂനക അനിൽ ജിബാലി ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫ, അതിൻ്റെ ഒരു തുടർച്ച. വയസ്അലൂനക, അങ്ങനെ ഇതൊക്കെ തകിട് പൊടിയാവുമ്പോൾ ഈ വലിയ വലിയ മലകളൊക്കെ എന്താകും നബിയെ എന്ന് അവർ ചിലപ്പോൾ ഈ ഖുർആൻ്റെ വാചകങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചോദിച്ചിട്ടുണ്ടാവും സഹാബിമാർ. ഇദസ്സമാഉൻ ഷഖ്ഖത്ത് വഅദിനത് ലിറബ്ബിഹാ വഹുഖത്ത്
ഇദൽ അർളു മുദ്ദത്ത്, അങ്ങനെയൊക്കെയുള്ള ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. ഇദസ്സമാ ഉൻ ഫത്രത്ത്, ആകാശം ഉതിർന്ന് വീഴും. അതുപോലെ ബുസ്സത്തിൽ ജിബാലു ബസ്സ, പർവ്വതങ്ങളൊക്കെ പൊടിപൊടിയായി തീരും എന്നൊക്കെയുള്ള ഖുർആൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ ഈ വലിയൊരു പർവ്വതങ്ങൾ അവരിങ്ങനെ മദീനത്ത് നിന്ന് നോക്കിയാൽ അവർക്ക് കാണാം. ഏതാ? മദീനത്തിൽ നിന്നുള്ള പർവ്വതനിര യമന് വരെ നീണ്ടു നിൽക്കുന്ന പർവ്വതനിരയാണ് അവർക്കുള്ളത്. മക്കക്കാർക്കാണെങ്കിൽ അവർ ഷാമിലേക്കും യമനിലേക്കും യാത്ര പോകുന്നവരാണ് ശൈത്യകാലത്തും ഉഷ്ണകാലത്തും. മലകൾ മാത്രമാണ് അവർ കാണുന്നത്, മലനിരകളാണ്. ഈ രണ്ട് യാത്രയിലും അവർ കൂടുതൽ വലിയ വലിയ മലകൾ കാണുന്നുണ്ട്. മലകൾ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന, വിശാലമായി കിടക്കുന്ന മലകൾ. അപ്പം നബിയോട് അവർ ചോദിക്കുന്നു, എന്താണ് ഈ മലകളൊക്കെ, എന്താ എത്ര വലിയ മലകളൊക്കെ തകിട് പൊടിയാകുമോ? അതിനെപ്പറ്റിയാണ് യസ് അലൂനക്ക, അവർ നിന്നോട് ചോദിക്കുന്നു. വയസ് അലൂനക്ക, അവർ നിന്നോട് ചോദിക്കുകയും ചെയ്യും. അനിൽ ജിബാൽ, ജബലുകളെപ്പറ്റി, പർവ്വതങ്ങളെപ്പറ്റി. ഫഖുൽ, അവരോട് അപ്പോൾ ഫഖുൽ, താങ്കൾ പറയുക, യൻസിഫുഹ റബ്ബി, എൻ്റെ റബ്ബ് അതിനെ ഇടിച്ചു കളയും, പൊടിച്ചു കളയും. നസ്ഫൻ, പറ്റ അതിശക്തമായി പൊടിച്ചു കളയും. അപ്പോൾ ഖിയാമത്ത് നാളിൽ പർവ്വതങ്ങളൊക്കെ പൊടിച്ച് ഫയദറുഹ ഖാഅൻ സഫ്സഫ, അവയെ, ആ ഭൂമിയെ അല്ലാഹു തആല ബാക്കി വെക്കും. വദറ യദറു എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കും, ബാക്കി വെക്കും. ഖാഅൻ സഫ്സഫ, ഖാഅൻ സഫ്സഫ, അതായത് നിരന്ന മരുഭൂമിയായിക്കൊണ്ട്. ഖായ് എന്ന് പറഞ്ഞാൽ മരുഭൂമി എന്നാണ്. ആ മരുഭൂമിയുടെ വിശേഷണമാണ് സഫ്സഫ എന്ന് പറഞ്ഞാൽ യാതൊരു ഉയർച്ചയും നിമ്നോന്നതകളില്ലാത്ത, ഉയർച്ചകളും താഴ്ചകളുമില്ലാത്ത, കുറവില്ലാത്ത മരുഭൂമിയായിക്കൊണ്ട് ഭൂമിയെ അല്ലാഹു തആല ഉപേക്ഷിക്കും അവിടെ. അപ്പോൾ പർവ്വതങ്ങളും ഇതൊന്നും ഉണ്ടാവില്ല. പിന്നെ അതൊക്കെ ഇടിച്ചു പൊടിച്ച് ഖാഅൻ സഫ്സഫാക്കും. അതായിരിക്കും അല്ലാഹു തആല പരലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് വയസ് അലൂനക അനിൽ ജിബാൽ, പർവ്വതങ്ങളെപ്പറ്റി അവർ നിന്നോട് ചോദിക്കും. ഫഖുൽ, പറയുക, യൻസിഫുഹ റബ്ബി, മൂസാ നബി സാമിരിൻ്റെ പശുക്കുട്ടീനെടുത്തിട്ട് പൊടിച്ചു കളയും എന്നുള്ള വാക്കും ഇതന്നെയാണ് പറഞ്ഞത്. സുമ്മ ലനൻസിഫന്നഹു ഫിൽ ബഹരി നസ്ഫ എന്നുള്ളത്. അതാണ് യൻസിഫുഹ റബ്ബി നസ്ഫ ഫയദറുഹ, ആ ഭൂമിയെ അവൻ ഉപേക്ഷിക്കും. ഖാഅൻ സഫ്സഫ, ഖാ ആയിക്കൊണ്ട്, ഖാ എന്ന് പറഞ്ഞാൽ മരുഭൂമി, മരുഭൂമി. സഫ്സഫൻ, നിരന്ന മരുഭൂമിയായിക്കൊണ്ട് അള്ളാഹു ഭൂമിയെ ഉപേക്ഷിക്കും. അങ്ങനെയൊക്കെ വരാനുള്ള കാര്യം അള്ളാഹ് പറയാണ്. നമ്മളാരും കണ്ടിട്ടില്ല. ഈ ഖുർആൻ ഇറങ്ങി 1400 കൊല്ലം കഴിഞ്ഞിട്ടും ആരും കണ്ടിട്ടില്ല. ഒരുപക്ഷേ നൂറ്റാണ്ടുകൾ ഇനിയും കാണണമെന്നില്ല ഈ ഒരു ഭൂമിയുടെ അവസ്ഥ. എന്നാൽ ഖിയാമത്ത് നാളിൽ അതുണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കണം. എന്തുകൊണ്ട്? അത് വരും, അത് വിശ്വസിക്കണം. ഖുർആനിനെ, ഖുർആനിൻ്റെ എന്തുകൊണ്ട്? നമ്മളെ ജീവിതത്തിലോ ഈ നൂറ്റാണ്ടിലോ നൂറ്റാണ്ടുകളിൽ കഴിഞ്ഞ 1400 നൂറ്റാണ്ടുകൾക്കിടയിൽ ഖുർആൻ പ്രവചിച്ച പല പ്രവചനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇനി വരാൻ പോകുന്നതും ഉണ്ടാവും തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഈ കഴിഞ്ഞ ഖുർആൻ ഇറങ്ങി ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഖുർആൻ നടത്തിയ പ്രവചനങ്ങളൊന്നും ഉണ്ടാവാതിരുന്നിട്ടില്ല. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് മനുഷ്യന്മാരെ, വ്യക്തികളുടെ, അബൂജഹലിൻ്റെ കാര്യത്തിലാവട്ടെ, അല്ലെങ്കിൽ ഭൂമിയുടെ മനുഷ്യന്മാരുടെ പൊതു കാര്യത്തിലാവട്ടെ, ഒക്കെ ഉണ്ടായിടത്തോളം ഉണ്ടായിട്ടുണ്ട്. സാമൂഹ്യങ്ങളും സാമൂഹ്യ രാജ്യങ്ങളുടെ കാര്യത്തിൽ, സമൂഹത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ വ്യക്തികളുടെ കാര്യത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രവചിച്ചതൊക്കെ ചരിത്രം അത് സാക്ഷാത്കരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ബാക്കിയുള്ളതും സാക്ഷാത്കരിക്കും എന്നത് തന്നെയാണ്. അതുകൊണ്ട് നമ്മളത് വിശ്വസിക്കണം. ഇതൊക്കെ ഇടിച്ച് നിരത്തി പൊടിപൊടിയാക്കി ഖാഅൻ സഫ്സഫ, നിരന്ന നിലമാക്കി മരുഭൂമിയാക്കി മാറ്റും. ലാ തറ, നിനക്ക് റആ യറ, കണ്ടു, അവൻ കണ്ടു, തറ നീ കണ്ടു, ലാ തറ നീ കാണുകയില്ല, ഫീഹ ആ ഭൂമിയിൽ, ഇവജൻ ഒരു താഴ്ചയും, ഒല അംത ഒരു ഉയർച്ചയും. അതിങ്ങനെ ഇവജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴിഞ്ഞ താഴ്ന്ന ഭാഗം, ഒരു എന്താ പറയുക, ചെരിവിനാണ് ഇവജ് എന്നറിയാം. ഇവജ് എന്ന് പറഞ്ഞാൽ
ചെരിവ് കാണൂല, അതായത് ചെരിഞ്ഞിങ്ങനെ പോകേണ്ട സ്ഥലം കാണൂല. അംത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഉയർച്ച, ഉയർന്ന സ്ഥലം, കയറ്റം. അപ്പോൾ ചെരിവും കയറ്റവും ഉണ്ടാവില്ല, മരുഭൂമിയാക്കി മാറ്റും. ലാ തറാഫിഹ ഐ വജൻ വല അംത. അംത്ത് എന്ന് പറഞ്ഞാൽ അൽ അർളുൽ മുർത്തഫി എന്ന ഉയർന്ന ഭൂമി. ഇവജ് എന്ന് പറഞ്ഞാൽ അൽ അർളുൽ മുൻഖഫിൽ താഴ്ന്ന ഭൂമി. അപ്പോൾ താഴ്ചയും, ഇന്നിപ്പോൾ ഭൂമി ഉയർന്നതും താഴ്ന്നതുമാണ്. ഇതൊക്കെ നശിപ്പിച്ചിട്ട് ഉയർച്ചയും താഴ്ചയുമില്ലാത്ത ഒരവസ്ഥയാക്കി മാറ്റും. യൗമ ഇദിൻ, ആ ദിവസം, യൗമ ഇദിൻ, ആ ദിവസം, യത്തബിഊന, ഇത്തിബാഉ റസൂൽ, റസൂലിനെ പിമ്പറ്റ, യത്തബിഊന, അവർ പിമ്പറ്റും, ആ മനുഷ്യന്മാർ പിമ്പറ്റും. അദ്ദാഴിയ, യദ്ഉ എന്താ പറഞ്ഞാൽ വിളിച്ചു, അദ്ദാഴിയ വിളിക്കുന്നവനെ പിമ്പറ്റും. അന്ന് അള്ളാഹു അവരെ വിളിക്കും, അല്ലെങ്കിൽ മലക്കുകൾ, അള്ളാഹു മലക്കുകൾ മുഖേന അവരെ ഇങ്ങോട്ട് വരി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് വിളിക്കും. ഒരു നാട്ടിയ ലക്ഷ്യത്തിലേക്ക്, ഒരു നാട്ടിയ നാട്ടയിലേക്ക്, നാട്ടപ്പെട്ട നാട്ടക്കുറ്റിയിലേക്ക് വിളിക്കുന്ന പോലെ അവർ പാഞ്ഞെടുക്കും എന്നൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിലുണ്ട്. അതാണ് യത്തബിഊന ദാഴിയ, അന്ന് വിളിക്കുന്നവൻ്റെ വിളി അവർ പിന്തുടർന്ന് വരും. എന്തിനാണ് ഇങ്ങനെ സൂചിപ്പിക്കുന്നത്? ഖിയാമത്ത് നാളിൻ്റെ അന്ന് അല്ലാഹു തആല ഒരു ഭാഗത്ത് നിർത്തി വിളിക്കേണ്ടവൻ്റെ വിളി അവർ പിന്തുടർന്ന് വിളിക്കേണ്ടവിടത്തേക്ക് ചെല്ലും. അതുകൊണ്ട് ഇപ്പം തന്നെ ദാഴിക്ക് നിങ്ങൾ, ദാഴിയെ നിങ്ങൾ പിൻപറ്റണം. ആരാണ് ദാഴി? അദ്ദാഴി ഇലല്ലാഹ് ഹുവർ റസൂൽ, റസൂലിൻ, അള്ളാഹുവിങ്കലേക്ക് മനുഷ്യനെ വിളിക്കുന്നവൻ അത് അള്ളാഹുവാണ്, ആ റസൂലാണ്. ആ റസൂലിനെ യത്തബിഊന, ഇത്തിബാഉ റസൂൽ, ഇപ്പം തന്നെ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ വിളിക്കുന്നവൻ്റെ വിളി പിമ്പറ്റി ചെല്ലണം. കാരണം യൗമ ഇതിൻ യത്തബിഊന ദാഴിയ, അന്ന് വിളിക്കുന്നവൻ്റെ വിളി അവർ പിമ്പറ്റുക തന്നെ ചെയ്യും. പിന്നെ ലാഇവജലഹു, അതിലൊരു ചെരിവുണ്ടാവില്ല, ചാഞ്ഞും ചെരിഞ്ഞും പോവില്ല. ഇപ്പം നമ്മൾ വിളിച്ചുകൊണ്ട അടുത്തേക്ക് വരൂല, വന്നാൽ തന്നെ ഒന്ന് ചെരിഞ്ഞ് ഓൻ്റെ കാര്യം കഴിഞ്ഞതിൻ്റെ ശേഷം വേറെ നല്ലതിലേക്ക് വിളിക്കുന്ന ആളുകളുടെ വിളി നമ്മളൊക്കെ സ്വീകരിക്കാറുള്ളൂ. ഏതൊരു നല്ല കാര്യം നമുക്ക് വേണ്ടി ആര് നമ്മളെ വിളിച്ചാലും നമ്മളെ ചില സൗകര്യങ്ങളൊക്കെ വെച്ച് നീക്കിച്ചരിച്ച് ഒരു ഇവജ് പറഞ്ഞാൽ ചെരിവ് വളവ് എന്നൊക്കെയാണ്, ഒരു ചെരിവും വളവൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെല്ലല്. എന്നാൽ ലാ ഇവജലഹു, ഒരിക്കലും വളവില്ലാതെ ചെരിവില്ലാതെ വിളിക്കുന്നവൻ്റെ വിളി കേട്ട് നേർക്കുനേരെ ചെല്ലും. അപ്പോൾ അവിടെ എത്തുന്നതിൻ്റെ മുമ്പ്, ചെരിവില്ലാതെ ചെല്ലുന്നതിൻ്റെ മുമ്പ് ഇപ്പം തന്നെ നമ്മൾ വളവും ചെരിവും ചായവും ചെരിവും ഇല്ലാതെ അള്ളാഹുവിങ്കലേക്ക് നേരിട്ട് ചെല്ലണം. ഇതാണ് ലാ ഇവജലഹു, വളവില്ലാതെ ചെരിവില്ലാതെ വിളിക്കുന്നവൻ്റെ വിളിയിലേക്ക് അവൻ ചെല്ലും. വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ, വഖശഅത്ത് താഴ്ന്നു പോകും. ഖുശൂ എന്ന് പറഞ്ഞാൽ താഴ്ച, വിനയപ്പെടുക എന്നൊക്കെ ആണല്ലോ. ഖുശൂവോടുകൂടി നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിനയപ്പെട്ടുകൊണ്ട് മനസ്സും ശരീരവും ചിന്തകളും എല്ലാം അള്ളാഹുവിന് പത്തിവെച്ച് താഴ്ത്തിക്കൊണ്ട് നമസ്കരിക്കുന്നതിനാണ് ഖുശൂ എന്ന് പറയുക. അതാണ് വഖശഅത്തിൽ അസ്വാത്ത്, എല്ലാ സൗത്തുകളും ശബ്ദങ്ങളും താഴ്ന്നു പോകും, വിനയപ്പെട്ടു പോകും. ലിർറഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന്. അന്ന് വളവും ചെരുവൊന്നും ഉണ്ടാവില്ല. റഹ്മാനായ അള്ളാഹുവിനെല്ലാം കീഴ്പ്പെട്ട് താഴ്മപ്പെട്ടുകൊണ്ട് ചെല്ലും. അപ്പോൾ ഖിയാമത്ത് നാളിനെ പറ്റി വിവരിക്കുന്നത് ദുന്യാവിൻ്റെ ഒരു സൂചനയാണ്. ഇന്നിപ്പോൾ നമ്മൾ അള്ളാഹു ഒരു വിളിക്കുന്നവൻ വിളിവെച്ചാൽ ഓനൊരു ചെരുവും ഒരു നീക്കി ചരിച്ച് വെക്കലൊക്കെ ഉണ്ടാകും. പിന്നെ റഹ്മാനായ അള്ളാഹുവിൻ്റെ വിളിക്ക് ആരും കീഴ്പ്പെടൂല. അതിൻ്റെയൊക്കെ അപ്പുറത്താണ് നമ്മുടെയൊക്കെ ജീവിതം. എന്നാൽ അങ്ങനല്ല, ഒന്നിച്ച് കീഴ്പ്പെട്ട് താണ് കേണ് വിളിക്കുന്നത് എവിടേക്കാണെങ്കിൽ അവിടേക്ക് യാതൊരു ചായവും ചെരിവുമില്ലാതെ ചെല്ലുന്ന, പിമ്പറ്റി ചെല്ലുന്ന ഒരു ദിവസം. ഫലാ തസ്മഉ, അപ്പോൾ നീ കേൾക്കുകയില്ല, ഇല്ലാ ഹംസ, കാലടി ശബ്ദമല്ലാതെ. അതാണ് ഹംസ് എന്ന് പറയണമെങ്കിൽ വളരെ നേർത്ത ശബ്ദത്തിനാണ് ഹംസ് എന്ന് പറയാം. ഹംസ് സ്വകാര്യം, മുനാജാത്ത് എന്നോ അല്ലെങ്കിൽ കാലടിൻ്റെ ശബ്ദം എന്നൊക്കെയാണ്. ഒരു അപകടം ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ,
ഒരു വലിയ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾ ഓടിക്കൂടുന്ന കാലടിൻ്റെ ശബ്ദമാണ് കേൾക്കൽ, വേറൊന്നും കേൾക്കില്ല. കാരണം അങ്ങനത്തെ ഒരു ഭീകര അവസ്ഥ, അതാണ് ഖിയാമത്ത് നാളിൻ്റെ അവസ്ഥ. ഫലാ തസ്മഉ ഇല്ലാ ഹംസ, ഹംസല്ലാതെ നീ കേൾക്കൂല എന്ന് പറഞ്ഞാൽ നേർത്ത കാലടി ശബ്ദമല്ലാതെ അവന് കേൾക്കുകയില്ല എന്ന്. ഇല്ലാ ഒത്ത് അൽ അഖ്ദാം എന്നാണ് തഫ്സീറുകൾ പറയുന്നത്. ഒത്തു ഉൽ അഖ്ദാം, കാലുകൊണ്ടുള്ള, കാല് ചവിട്ടുന്ന ഒച്ചയല്ലാതെ കേൾക്കൂല. അല്ലെങ്കിൽ ഹംസ് എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രം, വലിയ എന്തോ രഹസ്യമായി പറയുന്ന ആ രഹസ്യമന്ത്രമല്ലാതെ ഒന്നും കേൾക്കൂല, ആരും ഒച്ചടൂല. ഖശഅത്തിൽ അസ്വാത്തു ലിർ-റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന് എല്ലാ ശബ്ദങ്ങളും വിനയപ്പെട്ടു വരുന്ന ഒരു ദിവസം ഒക്കെ ഖിയാമത്ത് നാളാണ്. ആ അള്ളാഹു ഈ പറയുന്ന വചനങ്ങളിൽ കൂടി നമുക്ക് ആ ദിവസത്തിൻ്റെ ഭീകരത മനസ്സിലാക്കാവുന്നിടത്തോളം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് മിൻ അഹ്വാലി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൻ്റെ അഹ്വാലുകൾ, അന്നത്തെ ആ ഭീകരാവസ്ഥയെപ്പറ്റി ധാരാളം ഹദീസുകളുണ്ട്, ഖുർആനിൽ ധാരാളം ആയത്തുകളുണ്ട്, ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് അഹ്വാലി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൻ്റെ ദുരന്ത ദിവസങ്ങളെപ്പറ്റി. അതാണ് ഫലാ തസ്മഉ ഇല്ലാ ഹംസ യൗമഇദിൻ യത്തബിഊന ദാഇയ, ആ ദിവസം അവർ വിളിക്കുന്നവനെ പിൻപറ്റി ചെല്ലും, പിന്തുടർന്ന് ചെല്ലും. ലാ ഇബജലഹു, അവർ ചെരിവോ വളവോ ഉണ്ടായിരിക്കുകയില്ല. വഖശഅത്തിൽ അസ്വാത്തു ലിർ-റഹ്മാൻ, എല്ലാ സൗത്തുകളും സൗണ്ടുകളും റഹ്മാനായ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ചെല്ലും. ഫലാ തസ്മഉ ഇല്ലാ ഹംസ, നിശബ്ദമായ കാലടി ശബ്ദമല്ലാതെ, അല്ലെങ്കിൽ നേർത്ത കാലടി ശബ്ദമല്ലാതെ അവർ കേൾക്കുകയില്ല. അപ്പോൾ അല്ലാഹു തആല ഖിയാമത്ത് നാളിൻ്റെ ഭീകരത പറയാം. ആ ഭീകരത പറഞ്ഞപ്പോഴും നമുക്കൊക്കെ ഒരു സമാധാനത്തിൻ്റെ വാക്കും അല്ലാഹു തരുന്നുണ്ട്. നിനക്ക് ആകെ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് ഭൂമിയല്ലാതെയായി നിരന്ന മരുഭൂമിയായി അങ്ങനെ വീണ്ടും പുനർജീവിപ്പിച്ച് യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി കഅന്നഹും ഇലാ നുസ്ബിൻ യൂഫിളൂൻ, ഖബറുകളിൽ നിന്ന് അവർ എഴുന്നേറ്റ് പുറപ്പെട്ട് ഏതോ ഒരു നാട്ടക്കുറിയിലേക്ക് ഓടിച്ചെല്ലുന്ന പോലെ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ദിവസം അവർ റഹ്മാനായ അള്ളാഹുവിങ്കലേക്ക് അവർ ചെല്ലുന്ന. അപ്പോൾ അന്ന് അവരെയെല്ലാം നിയന്ത്രിക്കുന്ന ഏകനായ അള്ളാഹുവിനെ അള്ളാഹു റഹ്മാൻ എന്ന് വിശേഷിപ്പിച്ചതാണ്. അതായത് നിങ്ങൾ പേടിക്കണ്ട, അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരും, അള്ളാഹ് റഹ്മാനാണ്. അത്രയൊക്കെ ഭീകരത കാണിച്ച് നിങ്ങളെ ഒരു നാശത്തിലേക്ക് തള്ളാനല്ല അള്ളാഹു തആല നിങ്ങളെ വിളിക്കുന്നത്. അന്ന് വിചാരണ ചെയ്യുമ്പോൾ പരമാവധി ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ 70ഉം 700ഉം ഇരട്ടിയായി ആ നന്മയുടെ കൂലി വർദ്ധിപ്പിക്കുകയും ഒരു തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തിന്മക്ക് മാത്രം ഒരു ശിക്ഷ അല്ലാഹു തആല വിധിക്കുകയും അത് തന്നെ അല്ലാഹു തആല പുറത്തു തരാൻ ഉദ്ദേശിച്ചാൽ അത് പുറത്തു തരുകയും ചെയ്യും. അതുതന്നെ തിന്മകൾ ഒരുപാട് നന്മ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ തിന്മ റെഡ്യൂസ് ചെയ്ത് തരും, അതിന് കുറച്ച് തരും, കീഴ്ച്ചു തരും. അങ്ങനെയൊക്കെ അല്ലാഹു തആല മനുഷ്യനെ എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്ക് എത്തിക്കാനും നരകത്തിൽ ചാടിക്കാതിരിക്കാനുമുള്ള കാരുണ്യമുള്ളവനാണ് അല്ലാഹു. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് അമിതമായി തെറ്റുകൾ ചെയ്തിട്ടുള്ള എൻ്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമിയ, അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കും. അങ്ങനെയൊക്കെ ഇളവിൻ്റെയും കാരുണ്യത്തിൻ്റെയും സന്ദേശമാണ് അള്ളാഹു നമുക്ക് നൽകിയത്. ഖിയാമത്ത് നാളിൻ്റെ ഭീകരത പറഞ്ഞിടത്ത് വരെ റഹ്മാനായ അള്ളാഹുവിന് എല്ലാ ശബ്ദങ്ങളും കീഴ്പ്പെടും. അപ്പോഴും അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമ്മൾ ആഗ്രഹിക്കും, അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് കിട്ടും എന്നുകൂടി അള്ളാഹുവിൻ്റെ സൂചനയുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ചണ്ടി ചവറുകളെയാണ് അള്ളാഹു തആല നരകത്തിലിടുക. അപ്പോൾ ആ ചണ്ടി ചവറുകളാകാതിരുന്നാൽ മതി. നമ്മൾ ജീവിതത്തിൽ പരമാവധി ശ്രദ്ധിക്കുക. എങ്കിലും വല്ലതും വന്നുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കുക. അപ്പോൾ പറ്റേ ചവറുകളാവില്ല. ഒരിക്കലും പടിഞ്ഞാട്ട് കുമ്പിടാതെ, ഒരിക്കലും ഇസ്തിഗ്ഫാർ ചെയ്യാതെ, ഒരിക്കലും ചെയ്ത തെറ്റിൽ നിന്ന് ഒരു പശ്ചാത്താപ ബോധം കാണിക്കാതെ അഹങ്കരിച്ചും അങ്ങനെ തലയെടുത്തും നടക്കുന്ന ആളുകൾക്ക് ഒരിക്കലും രക്ഷയില്ല.
അതാണല്ലോ നീതി. അവരെ ശിക്ഷിക്കുക എന്നുള്ളത് നീതിയാണല്ലോ, ദുനിയാവിലും അതന്നെയല്ല നീതി. എന്നാൽ അല്ലാഹു തആല ബാക്കിയുള്ളതിലൊക്കെ അസ്വാത്തുൽ റഹ്മാൻ, പരമകാരുണികനായ ആ അള്ളാഹുവിന് എല്ലാ ശബ്ദങ്ങളും കീഴ്പ്പെടും. ഫലാ തസ്മഉ ഇല്ലാ ഹംസ, ഒരു ഹംസല്ലാതെ, നേർത്ത കാലടി ശബ്ദമല്ലാതെ നീ കേൾക്കുകയില്ല. അന്ന് അങ്ങനൊക്കെയുള്ള അള്ളാഹുവിൻ്റെ റഹ്മത്തൊക്കെ കിട്ടുകയാണെങ്കിലും യൗമ ഇദില്ലാ തൻഫഉ ശഫാഅതു ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാനു വറളിയ ലഹു ഖൗല. അതാണ് യൗമ ഇദിൻ, അന്ന് ലാ തൻഫഉ ശഫാഅതു, ശിപാർശ ഉപകരിക്കുകയില്ല. അപ്പം ഞാനൊക്കെ വലിയ വലിയ ആളല്ലേ, എന്നെ ശിപാർശ ചെയ്യാൻ ആളുണ്ടാകും. അതാണ് ഇന്ന് നമുക്കുള്ള ഒരു ധാരണ. അതാണ് ഞാനൊക്കെ എവിടെ കുടുങ്ങിയാലും എന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് ആളുണ്ട്, എനിക്ക് അർത്ഥമുണ്ട്, എനിക്ക് സന്നാഹങ്ങളുണ്ട്, എനിക്ക് പിന്തുണയുണ്ട് എന്നൊക്കെ തോന്നും. അത് പറ്റൂല. മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ സമ്മതമില്ലാതെ ആരുണ്ട് അവർക്ക് ശുപാർശ ചെയ്യാൻ എന്ന് സൂറത്ത് ആയത്തുൽ കുർസിയിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് ഹാ ഉലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്. അവർ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ലാത്തനെയും ഉസ്സനെയൊക്കെ ആരാധിക്കുന്നത്? അള്ളാഹുവിനെ വിളിച്ച് തേടിയാൽ പോരെ, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ പോരെ, എന്തിനാണ് ഇറ്റങ്ങളൊക്കെ വിളിച്ച് തേടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞത് ഹാ ഉലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, ഇവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് ശിപാർശക്കാരായിട്ടുള്ള മഹാന്മാരാണ്, ഔലിയാക്കളാണ് എന്ന്. ലാത്ത ഉസ്സയൊക്കെ മഹാന്മാരുടെ പേരിലുള്ള പേരുകളാണ്, മഹാന്മാരുടെ പേരിലുണ്ടാക്കിയ പ്രതിമകളാണ് ലാത്ത ഉസ്സ. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് ശിപാർശ ചെയ്യാനുള്ള വലിയ വലിയ മഹത്തുക്കളും സാദാത്തുക്കളുമാണ് ഇവർ, അല്ലാതെ ഇവർ പടച്ചോന്മാരാണ് എന്നുള്ള നിലക്കല്ല. ഇവർ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ കഴിവുള്ള വലിയ മഹാന്മാരാണ്, ഞങ്ങൾ പച്ചപ്പാവങ്ങളാണ് എന്ന് പറഞ്ഞിടത്താണ് അള്ളാഹ് പറയുന്നത് അങ്ങനെ ശുപാർശ ചെയ്യാനുള്ള അധികാരം അള്ളാഹ് വിചാരിക്കുന്നവർക്കേ കിട്ടുള്ളൂ. റസൂലിന് ശുപാർശക്കുള്ള അധികാരമുണ്ടെന്നും ശഫാഅത്തുൽ ഉളമ ഉണ്ട് എന്നും നമുക്ക് റസൂൽ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ റസൂലിൻ്റെ ശുപാർശ കിട്ടും. പക്ഷേ ആ ശുപാർശ വരെ ആകെ അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ശുപാർശക്കുള്ള ഏക അധികാരം റസൂലിനാണ്. ആ റസൂലിൻ്റെ ശുപാർശ വരെ അള്ളാഹു സമ്മതം കൊടുത്തവർക്കേ കിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഈ ഔലിയാക്കളും മഹാന്മാരും ശുപാർശകന്മാരാണ് എന്ന് പറയുക? അതാണല്ലോ പറയുന്നത് യൗമ ഇദില്ലാ തൻഫഉ ശഫാഅ, ആ ദിവസം ശഫാഅത്ത്, ശുപാർശ അത് ഉപകരിക്കുകയില്ല. ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ, പരമകാരുണികനായ അള്ളാഹു ഇതിന് നൽകിയവർക്കല്ലാതെ. ഇതിന് എന്ന് പറഞ്ഞാൽ സമ്മതം. അപ്പോൾ അള്ളാഹു ശുപാർശ ചെയ്യാൻ സമ്മതിക്കണം, ഇന്ന ആള് നീ ശുപാർശ ചെയ്തോന്ന്. അപ്പോൾ പിന്നെ എന്തിനാ അള്ളാഹു തആല സമ്മതിച്ചവർക്ക് അത് ആ അമ്പിയാക്കന്മാർക്കോ അല്ലെങ്കിൽ ശുപാർശ ചെയ്യുന്നവർക്കോ ഉള്ള ഒരു സ്ഥാനമായിക്കൊണ്ട് ശുപാർശ ചെയ്യാനുള്ള സ്ഥാനം നൽകുകയാണ് അള്ളാഹു തആല. അല്ലാതെ അള്ളാഹ് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടകണ് നീ ഇജ്ജ് നോക്കിക്കോ എന്ന് പറഞ്ഞതല്ല. അല്ലെങ്കിൽ അള്ളാഹിനെ കൊണ്ട് കഴിയാത്തത് വേറുള്ളവരെ കൊണ്ട് ചെയ്യാനല്ലല്ലോ, നഊദു ബില്ലാഹ്, അതല്ലല്ലോ. നേരെ മറിച്ച് റസൂലിന് ശുപാർശ ചെയ്യാനുള്ള അധികാരം നൽകുകയും ആ അധികാരത്തിൽ കൂടി ശുപാർശ ചെയ്യേണ്ടവരെ അള്ളാഹു തആല കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ റസൂൽ ശുപാർശ ചെയ്യുമ്പോൾ റസൂലിന് ശുപാർശ ചെയ്യാന്നുള്ള ഒരു വലിയ മഹത്തായ സ്ഥാനം അള്ളാഹ് അവിടെ കൊടുത്തു. അതുപോലെ മലക്കുകൾക്ക്, മരിച്ചുപോയ നമ്മുടെ ചെറിയ മക്കൾക്ക് ഒക്കെ, ചെറിയ കുട്ടികൾ ശുപാർശ ചെയ്യും, ഖുർആൻ ശുപാർശ ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ആർക്ക് എപ്പോൾ അതൊന്നും പറഞ്ഞിട്ടില്ല. അത് ലാ തൻഫഉ ശഫാഅതു ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ. ശുപാർശ എപ്പോഴും ഇസ്ലാം അനുവദിച്ചതും പ്രോത്സാഹിപ്പിച്ചതുമായ ഒരു കാര്യമാണ് ശഫാഅത്ത് എന്ന് പറയുന്നത്. അതിന് കൂലി കിട്ടുന്ന ശഫാഅത്ത്. ഇപ്പം നിങ്ങളൊന്ന് മൂപ്പരോടൊന്ന് പറയണം എൻ്റെ കാര്യം എന്ന് നമ്മൾ പറയണമെങ്കിൽ അത് നമ്മൾ പറയൽ വലിയ പുണ്യമുള്ള കാര്യമാണ്, വലിയ പുണ്യമുള്ള. നിങ്ങളൊന്ന് പറയണം അയാളോട് സംഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിയുമെങ്കിൽ നമ്മൾ പറയണം. ഹലാലായ കാര്യത്തിന് മൻ യശ്ഫഅ ശഫാഅത്തൻ ഹസനത്തൻ യകുൽ ലഹു കിഫ്ലുൻ മിൻഹാ വമൻ യശ്ഫഅ ശഫാഅത്തൻ സയ്യിഅത്തൻ
യക്കുല്ലഹു കിഫിലും നസീബും മിന്ന എന്ന ഒരു വചനമുണ്ട്, അല്ലാഹു അലം. അതായത് നല്ല ശുപാർശ ചെയ്താൽ ആ ശുപാർശ കൊണ്ടുണ്ടാകുന്ന നന്മയുടെ കൂലി ശുപാർശ ചെയ്തവന് കിട്ടും. എന്നാൽ ചീത്ത ശുപാർശ ചെയ്താൽ അതുകൊണ്ടുള്ള ദോഷം അതും ശുപാർശ ചെയ്തവന് കിട്ടും. അപ്പോൾ അനാവശ്യമായിട്ട് അനധികൃതമായിട്ട് ശുപാർശ ചെയ്യാൻ പാടില്ല. ഒരു കള്ളമായ കാര്യത്തിന് വേണ്ടി ഒരാൾക്കും നമ്മൾ ശുപാർശ ചെയ്യാൻ പാടില്ല. നേരെ മറിച്ച് നല്ല കാര്യത്തിന് നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ ഒരു ശുപാർശ യഹുല്ലു അലാ താമിൽ മിസ്കി എന്ന് പറഞ്ഞല്ലോ. മിസ്കിമാർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള പ്രേരണ നൽകൂല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പ്രേരണ നമുക്ക് കൊടുക്കാം. യാ സാധുവാണ്, ഓനെന്തെങ്കിലും കൊടുക്ക്, എൻ്റെ 1000 ഉറുപ്പ്യ ഒന്നും കൊടുത്താൽ പോരാ, ഓനൊരു 10 ഉറുപ്പ്യ കൊടുക്ക് എന്ന് നമ്മളൊന്ന് പറഞ്ഞിട്ടാൽ ചിലപ്പോൾ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ ആ 10 ഉറുപ്പ്യേൻ്റെ കൂലി നമുക്ക് കിട്ടും. അങ്ങനെ എത്രയേ ശുപാർശ നമുക്കുണ്ടല്ലോ ഒരു കാര്യത്തിന് വേണ്ടി പറയുമ്പോൾ, അലീജു ഓനൊന്ന് സഹായിച്ചു കൊടുക്ക് എന്ന്. അതാണ് ഒരു നല്ലത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നല്ലതിനുള്ളൊരു പ്രേരണയും ഒരു ശുപാർശയും നമ്മൾ ചെയ്യണം. എന്നാലോ ചീത്ത ശുപാർശ നമ്മൾ ചെയ്യാനും പാടില്ല. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ ശുപാർശ ഇസ്ലാം വളരെ അർഹിക്കുന്നതും പ്രോത്സാഹിപ്പിച്ചതുമാണ്. പക്ഷെ പരലോകത്തുള്ള ശുപാർശ അത് അള്ളാഹ് കൊടുക്കുന്ന പ്രത്യേകമായ ഒരു പദവിയാണ്. ആ ശുപാർശ അള്ളാഹു ഇല്ലാമന്നദിന ലഹുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹു സമ്മതിച്ചവർക്കല്ലാതെ ആ ശുപാർശ ഉപകാരപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ന ആളെ മോനാണ്, അല്ലെങ്കിൽ ഇന്ന പാരമ്പര്യത്തിലുള്ള ആളാണ്, ഇത്ര വലിയ ഡിഗ്രി ഉള്ള ആളാണ്, ഇത്രയധികം ഖുർആൻ പഠിച്ച ആളാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എൻ്റെ വാപ്പ മുതൽ തന്നെ വലിയ ആലിമീങ്ങളെ കുടുംബത്തിലാണ്, അല്ലെങ്കിൽ സാലിഹീങ്ങളെ കുടുംബത്തിലാണെന്നും അതുകൊണ്ടൊന്നും ഫലപ്പെടില്ല. നബിയുടെ മകളോട് വരെ നബി പറഞ്ഞത്, വാപ്പാൻ്റെ മോള് എന്ന നിലക്ക് അങ്ങോട്ട് ചെല്ലണ്ട, ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തിട്ട് മരിച്ചു പോയിക്കോ, പരലോകത്ത് നിന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന്. അപ്പോൾ അത് പ്രതീക്ഷിക്കരുത്. അതാണ് യൗമ ഇതില്ലാ തൻഫഉ ശഫാഅത്തു ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ വറളിയ ലഹു ഖൗല. അള്ളാഹു ഇഷ്ടവാക്ക് പറഞ്ഞവനുമല്ലാതെ, അള്ളാഹു വാക്കാൽ ഇഷ്ടപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റിള കിട്ടിയവനല്ലാതെ, അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്കല്ലാതെ അള്ളാഹു തആല ശുപാർശക്ക് അനുമതി കൊടുക്കൂല. ശുപാർശക്ക് അനുമതി കൊടുക്കാതെ ആർക്കും ശുപാർശയുടെ ഉപകാരം പ്രയോജനം കിട്ടുകയുമില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ റിള നമുക്ക് വേണം. അള്ളാഹുവിൻ്റെ റിള കിട്ടാൻ റസൂലുള്ള ഒരുപാട് കാര്യങ്ങൾ, റിളല്ലാഹി ഫി റിളൽ വാലിദൈൻ, മാതാപിതാക്കളുടെ റിള കിട്ടിയാൽ അള്ളാഹുവിൻ്റെ റിള കിട്ടും. അപ്പോൾ നമ്മൾക്ക് അള്ളാഹുവിൻ്റെ റിള കിട്ടണമെങ്കിൽ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും റിള നമ്മൾ സംഘടിപ്പിക്കണം. ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും തൃപ്തി നമ്മൾ നേടണം. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ജനങ്ങളുടെ റിളയ്ക്ക് വേണ്ടി നമ്മൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആളുകളുടെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ കോപം ഒരാൾ സമ്പാദിച്ചാൽ ആളുകളുടെ തൃപ്തി കിട്ടൂല എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ കോപം കിട്ടും, ജനങ്ങളുടെ കോപവും അവന് കിട്ടും. എന്നാൽ അള്ളാഹുവിൻ്റെ റിള തൃപ്തിക്ക് വേണ്ടി ജനങ്ങൾ കോപിച്ചാലും ജനങ്ങൾ ഇഷ്ടമില്ലെങ്കിലും അള്ളാഹുവിൻ്റെ റിള കിട്ടണം എന്നൊരാൾ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടും. പിന്നീടെങ്കിലും ജനങ്ങളുടെ തൃപ്തിയും നമുക്ക് നേരെ അള്ളാഹു തആല നീക്കി വെച്ച് തിരിച്ചു വെച്ച് തരും. അപ്പോൾ ആ റിളാണ് വറളിയ ലഹു ഖൗല. അള്ളാഹു വാക്കാൽ ഇഷ്ടപ്പെട്ടവർക്കും അള്ളാഹു സമ്മതിച്ചവർക്കുമല്ലാതെ ശുപാർശ ഉപകരിക്കുകയില്ല. യഅലമു മാ ബൈന ഐദീഹിം, യഅലമു അവൻ അറിയും, മാ ബൈന ഐദീഹിം ആ മനുഷ്യരുടെ മുമ്പിലുള്ളതും, വമാ ഖൽഫഹും അവരുടെ പിന്നിലുള്ളതും. അള്ളാഹുവിൻ്റെ ഔസാഫുകളിൽപ്പെട്ടതാണ് അള്ളാഹു അലീമാണ്. അള്ളാഹു അലീമുൻ, എല്ലാം അറിയുന്നവനാണ്. നമ്മളൊക്കെ അലീമാണ്, പക്ഷേ നമ്മൾക്കൊക്കെ കുറേ അറിവുകളുണ്ട്, കുറേ വിവരമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അള്ളാഹു അലീമാണെന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും അവരുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും അറിയും. ഗൈബുസ്സമാവാത്ത് ആകാശഭൂമികളിലുള്ള ഗൈബുകൾ അള്ളാഹു അറിയും. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ ബർരി വൽ ബഹർ എന്നൊക്കെ പറഞ്ഞല്ലോ. ഒരു കല്ല്, ഒരു ഇല, ഉണങ്ങിയ ഇല കാട്ടിൽ വീഴുന്നതും ഭൂമിക്കുള്ളിലുള്ള ഒരു വിത്ത് അവിടെ ഭൂമിക്കുള്ളിൽ ഉണ്ടെങ്കിൽ, മണ്ണിൽ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതും അള്ളാഹ് അറിയും. ആ ഇൽമ് അള്ളാഹിൻ്റേത് മാത്രമാണ്.
അത് മനുഷ്യർക്കില്ല, പ്രവാചകന്മാർക്കില്ല, ഔലിയാക്കൾക്കില്ല, സാലിഹീങ്ങൾക്കില്ല. അങ്ങനെയുള്ള ഇൽമുണ്ട് വിചാരിച്ചുകൊണ്ട് അവരടുത്തേക്ക് നമ്മളാണ് പോയിട്ട് കാര്യമില്ല. അതാണ് യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും അവനാണ് അറിയുക. വലാ യുഹീതൂന ബിഹി ഇൽമ, അതിനെപ്പറ്റി അവർക്ക് അറിവുണ്ടായിരിക്കുകയില്ല. അഹാത്ത ഇൽമൻ എന്ന് പറഞ്ഞാൽ ഇൽമ കൊണ്ട് ചുറ്റുകയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായ അറിവ് അവരുടെ മുമ്പിലുള്ള കാര്യത്തെപ്പറ്റിയും പിന്നിലുള്ള കാര്യത്തെപ്പറ്റിയും അവർക്കുണ്ടായിരിക്കുകയില്ല. അഹാത്തല്ലാഹു ബികുല്ലി ഷൈഇൻ ഇൽമ, എല്ലാ വസ്തുക്കളെ കൊണ്ടും അള്ളാഹു അറിവിനാൽ ചുറ്റി എന്ന് പറഞ്ഞാൽ അറിവ് കൊണ്ട് എല്ലാ ഭാഗത്തു കൂടിയും അറിഞ്ഞു എന്ന്. നമുക്ക് നമ്മളെ മുമ്പിലുള്ളതേ അറിയുള്ളൂ, പിന്നിലുള്ളത് അറിയില്ല. അള്ളാഹു അറിവ് കൊണ്ട് ചുറ്റി എന്ന് പറഞ്ഞാൽ നാനാ ഭാഗത്തുള്ള അറിവുകളും വലാ യുഹീതൂന ബിഹി ഇൽമ, അതിനെപ്പറ്റി അറിവിൻ്റെ കാര്യത്തിൽ അവർ നാനാഭാഗത്തുമുള്ള വ്യാപകമായ അറിവ് അവർക്കുണ്ടായിരിക്കുകയില്ല. വഅനത്തിൽ വുജൂഹു, ഖിയാമത്ത് നാളിൻ്റെ ദിവസത്തെ ആണ് വിവരിക്കുന്നത്. വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം, അന്ന് ആ ഒരു ദിവസം യൗമ യുൻഫഖു ഫിസ്സൂർ എന്നല്ലോ, ആ ദിവസം അനത്തിൽ വുജൂഹ്, മുഖങ്ങളെല്ലാം കീഴ്പ്പെട്ട് വരും. മുഖങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കീഴ്പ്പെടുമ്പോൾ ആദ്യം മുഖം താഴ്ത്തലാണല്ലോ, അതുകൊണ്ടാണ് മുഖങ്ങളെല്ലാം താഴ്ന്നു വരും. അന എന്ന് പറഞ്ഞാൽ താഴ്ന്നു വന്നു, ദുഃഖഭാരത്താലും ഖേദത്താലും താഴ്ന്നു വരുന്നതിനാണ് അന എന്ന് പറയുക. എന്നാൽ ലജ്ജ കൊണ്ട് മുഖം താഴ്ത്തുന്നതിനാണ് തറക്ക എന്ന് പറയുക, ലജ്ജ കൊണ്ട് ലജ്ജിച്ച് താഴ്ത്തി. ഇവിടെ ദുഃഖം കൊണ്ടും ഖേദം കൊണ്ടും വഅനത്തിൽ വുജൂഹ്, മുഖങ്ങൾ, വജുഹുൻ അതിൻ്റെ ബഹുവചനമാണ് വുജൂഹ്, മുഖങ്ങളെല്ലാം താഴ്ന്നു വരും. ആർക്ക്? ലിൽ ഹയ്യി, എന്നെന്നും ജീവിച്ചിരിക്കുന്നവന്, അൽ ഖയ്യൂം, എല്ലാത്തിൻ്റെയും സർവ അധിപനായ അള്ളാഹുവിന്. അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങൾക്കും ആവശ്യമുള്ളവനും എന്നാൽ ഒരാളെയും ആവശ്യമില്ലാത്തവനുമായ സ്വയം ശക്തനായ അള്ളാഹു. അതിനാണ് അള്ളാഹുവിൻ്റെ ഒരു പേരാണ് ഖയ്യൂം, അബ്ദുൽ ഖയ്യൂം എന്നൊക്കെ പറയാലോ, അതാണ്. വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം, ഹയ്യും ഖയ്യൂമുമായ, ഖയ്യൂം എന്നുള്ള വാക്ക് ഒരു വലിയ സ്വയംഭൂന്നോ അല്ലെങ്കിൽ സ്വയം ശക്തനായിട്ടുള്ള ആള്, എല്ലാ ആളുകൾക്കും എല്ലാവർക്കും അവനിലേക്ക് ആവശ്യമുണ്ട്, അവന് ആരെയും ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു ശക്തിക്കാണ് ഖയ്യൂം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഈ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു വാക്കാണ് ഖയ്യൂം എന്ന് പറയുന്നത്, അതാണ്. വഅനത്തിൽ വുജൂഹ് വഹും മുഫ്തഖിറൂന ഇലൈഹി അലദ്ദവാമി ഫീ ജമീഇ അഹ്വാലിഹിം ഫലാ ഗിനാ ലഹും അൻഹു തർഫത ഐൻ, എല്ലാവർക്കും എല്ലാ സമയത്തും ഒരു കണ്ണിമ വെട്ടി നീക്കുന്ന സമയം പോലും ഒഴിവില്ലാതെ ആരിലേക്ക് ആവശ്യമുണ്ടോ അവനാണ് ഖയ്യൂം. വളരെ വിശാലമായ ഒരർത്ഥമാണ് ഖയ്യൂം. സ്വയംഭൂവായ അല്ലെങ്കിൽ സ്വയം ശക്തനായ പരമശക്തിയുടെ ഉടമയായ അള്ളാഹു, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹുവിന് മനുഷ്യരെല്ലാം മുഖം താഴ്ത്തിക്കൊണ്ടിരിക്കും. ഇതിവിടെ പറയാനുള്ളൊരു കാരണമുണ്ട്. എന്താ കാരണം എന്നറിയാമോ? ഇവർ ആരാധിക്കുന്ന ആളുകൾ അത് അസ്നാമുകളാവട്ടെ, തിംസാലുകളാവട്ടെ, ലാത്ത ഉസ്സ മനാത്ത പോലുള്ളതാവട്ടെ, അതല്ല, അവർ മനുഷ്യരായ മഹാന്മാരായ സാലിഹീങ്ങളും ശുഹദാക്കളും ഔലിയാക്കളും ഒലിയുകളും ഒലിയത്തുകളുമാകട്ടെ, അവരാരും അന്ന് ജീവിച്ചിരിക്കില്ല. അന്ന് അള്ളാഹു വിചാരണക്ക് വിളിക്കുന്ന സമയത്ത് മുഖം താഴ്ത്തി നിൽക്കൽ അൽ ഹയ്യിൻ്റെ മുമ്പിലാണ്. അന്ന് അവരെ രക്ഷിക്കാൻ അൽ ഹയ്യേ ഉണ്ടാവുള്ളൂ. ഖിയാമത്ത് നാളിനെ പറ്റി പറയുമ്പോൾ, ഈ അന്ന് മനുഷ്യൻ അവിടെ നിൽക്കുന്ന സമയത്തെ പറ്റി പറയുമ്പോൾ അത് എല്ലായിടത്തും ഖുർആനിലെ മറ്റു ആയത്തുകളിലൊക്കെ ഇങ്ങനെയുള്ള കുറേ അസ്മാഉൽ ഹുസ്നയിലെ പേരുകൾ പ്രത്യേകം എടുത്തു പറഞ്ഞത് കാണാം. ഇപ്പം റഹ്മാൻ, അതായത് ഒരു ഭീകരതയുടെ ദിവസമാണല്ലോ. അപ്പം ആകെ ഭീകരമാക്കി മനുഷ്യന്മാരെ കണ്ട് പേടിപ്പിക്കല്ല. അന്ന് റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഒരു തിരി അവിടെ കൊളുത്തി വെച്ചു. അള്ളാഹിൻ്റെ റഹ്മത്തുണ്ട്. അതിൻ്റെ കാരണം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വചനം നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്. ഇന്ന ലില്ലാഹി മിഅത്ത റഹ്മത്തിൻ,
അള്ളാഹുവിന് 100 റഹ്മത്തുണ്ട്. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞ അള്ളാഹിൻ്റെ റഹ്മത്ത് 1 2 3 4 റഹ്മത്ത് നമ്പർ 100 എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ അല്ല. അത് നേരെ മറിച്ച് ഒരു നമുക്ക് മനസ്സിലാകാൻ വേണ്ടി 100 എന്നൊക്കെ പറയുമ്പോൾ കുറേ റഹ്മത്ത്. എന്നിട്ട് അതിൻ്റെ ഒരു ഇത് പറയാണ്, അതായത് അള്ളാഹുവിൻ്റെ റഹ്മത്താകുന്ന 100% അള്ളാഹുവിൻ്റേതാണ്. നബി പറഞ്ഞത് ഇന്നലില്ലാഹി മിഅത്ത റഹ്മത്തിൻ അൻസല ലി ഇബാദിഹി റഹ്മത്തൻ. അതിൽ നിന്ന് ഒരു റഹ്മത്താണ് നമുക്കെല്ലാവർക്കും കൂടി ഈ ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കിയത്. അള്ളാഹുവിൻ്റെ 100ൽ ഒരു റഹ്മത്താണ്, 1%. ബിഹായത്തറാഹമൂന, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ആ ഒരു റഹ്മത്ത്, ആ ഒരൊറ്റ റഹ്മത്ത് കൊണ്ടാണ് യത്തറാഹമൂന, മനുഷ്യന്മാർക്ക് പരസ്പരം ഈ കാരുണ്യം മനുഷ്യന്മാർ കാണിക്കുന്നത്. വയത്താത്തഫൂന, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദയ കാണിക്കുന്നത്. എന്തൊക്കെ ക്രൂരതയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്തോ ഒരു ദയയാണ് നമുക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നത്, അല്ലേ? നമ്മൾ മരിക്കുകയാണെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയത് നമ്മൾ 5ഉം 10ഉം ആയിട്ട് ഒരു പാവപ്പെട്ടവൻ്റെ പ്രശ്നം വരുമ്പോൾ എടുത്ത് കൊടുക്കുന്നത് എന്താ? ദയ കൊണ്ടാണല്ലോ കൊടുക്കുന്നത്. അപ്പം നമ്മളെ മനസ്സിൽ അല്ലാഹു തആല ആ ദയ ഇട്ട് തന്നിട്ടുണ്ട്. അതൊക്കെ ഇവിടെ നല്ല ദയ നടക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളൊക്കെ ഇങ്ങനെ സുഖമായിരിക്കുന്നതൊക്കെ. ചില മനുഷ്യന്മാരുടെ ആളുകളുടെ ദയ കൊണ്ടാണ് നമുക്ക് ഈ സൗകര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മുടെ നാട് നിലനിൽക്കുന്നത് ദയ കൊണ്ടാണ്. അപ്പോൾ ആ ദയകൾ, മനുഷ്യന്മാർ കാണിക്കുന്ന ദയകളും റഹ്മത്തുകളൊക്കെ ഒരൊറ്റ റഹ്മത്തിൻ്റെ അംശങ്ങൾ നമുക്ക് കിട്ടിയതാണ്. നബി പറയാണ്, ഹത്താ ഇന്നൽ ബഹീമത്ത, ഒരു മൃഗം തർഫഉ ഹാഫിറഹ അൻ വലദിഹ, അതിനെ കുട്ടി വരുമ്പോൾ കുളമ്പ് ഉയർത്തി വെക്കുന്നു. ആ കുട്ടിക്ക് ചവിട്ട് കൊള്ളാതിരിക്കാൻ വേണ്ടി കുളമ്പ് ഉയർത്തിപ്പിടിക്കുന്നത്. ഹസിയത്ത അൻ തതഅഹു, ആ കുട്ടിയെ ചവിട്ടും എന്ന് പേടിച്ച് കുളമ്പ് ഉയർത്തുന്നത്. മിനർ റഹ്മത്തിൽ മൂദഅത്തി ഫീ ഖൽബിഹ, ആ മൃഗത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അള്ളാഹു നിക്ഷേപിച്ച റഹ്മത്ത് കൊണ്ടാണ്. ഫൈദാഖാന യൗമൽ ഖിയാമത്തി, ഇനി ഖിയാമത്ത് നാളാവുമ്പോൾ ളുമ്മ ഹാദിഹിർ റഹ്മ, അള്ളാഹു തആല ഈ റഹ്മത്തിനെ എല്ലാം കൂടി അങ്ങോട്ട് അള്ളാഹു തആല അങ്ങോട്ട് കൂട്ടിപ്പിടിക്കും. ഇലാ 99 റഹ്മ, ഈ ഒരു ഒറ്റ റഹ്മത്തിനെ അള്ളാഹു തആല 99ലേക്കാണ്ട് കൂട്ടിവെക്കും. അപ്പോൾ 100 റഹ്മത്താവും. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ പറ്റി ഇത്ര അധികം അള്ളാഹു റസൂലുള്ളാഹി നമുക്ക് കണ്ട് പഠിപ്പിച്ച് തരുമ്പോൾ ആ ഒരു റഹ്മത്തിൻ്റെ ഒരംശത്തിൽ കുറച്ചെങ്കിലും എനിക്ക് വേണം എന്ന് നമ്മളെ ഭാര്യനോട് ഒരു ഇടപെടുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണം. ഓള് പണിയെടുത്തോട്ടെ, ഓള് തിരുമ്പിക്കോട്ടെ, ഓള് ചാറുണ്ടായിക്കോട്ടെ, ചോറുണ്ടായിക്കോട്ടെ, ഓള് നിക്കരിച്ചില്ലിൽ മേല, നമുക്ക് കിട്ടണം എന്നുള്ളതല്ല. പോയി അവിടെ ഒന്ന് അടുക്കള പണിയൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കണം, കുറച്ചൊന്ന് അലക്കിൻ്റെ അടുത്ത് നമ്മളൊന്ന് ഭാര്യമാരെ സഹായിച്ചു കൊടുക്കണം, മക്കളെ സഹായിച്ചു കൊടുക്കണം. കുട്ടികൾക്ക് വായിക്കാൻ കിട്ടാതെ അങ്ങനെ ഇരിക്കുമ്പോൾ വായിക്കടാന്ന് പറയല്ല, പോയി ഇരുന്ന് കൊണ്ടോ ഞാൻ വായിച്ചു തരാം എന്ന് പറഞ്ഞൊന്ന് വായിച്ചു കൊടുക്കണം. കുട്ടികളോടുള്ള കാരുണ്യമാണ്. കാരണം താങ്ങാനാവാത്ത ഭാരമാണ്. സ്കൂളിൽ നിന്നൊരു ഭാഗ, മദ്രസയിൽ നിന്നൊരു ഭാഗ, എന്നിട്ട് ഉസ്താദ് മദ്രസയിൽ നിന്ന് നാളെങ്ങാനും ഇത് പഠിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ, ഇത്ര എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അടിച്ച് ഞാൻ പൊളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പോരാ. സ്കൂളിൽ നിന്ന് ഈ 8 പീരീഡ് ഉണ്ടെങ്കിൽ 8 പീരീഡും ഓരോരുത്തർക്കും വയറ് നിറയെ കൊടുക്കും. ഇതൊക്കെ വായിക്കണം, എഴുതണം, മറ്റേത് വരക്കണം, മറ്റതൊക്കെ ചെയ്യണം. ഇതെല്ലാം കൂടിയായിട്ട് ഈ കുട്ടി വരുമ്പോൾ മൂഡൗട്ടായിട്ടാണ് വരിക. ആ കുട്ടീനോടുള്ള ഒരു റഹ്മത്ത് നമുക്ക് ഉണ്ടെങ്കിൽ വായിക്കടാന്ന് പറയലല്ല, പിന്നെ ഓനൊന്ന് വായിച്ചു കൊടുക്കുക. അമ്മമാരാണെങ്കിലും ബാപ്പാരാണെങ്കിലും കുറച്ച് നേരം അവിടെ ഇരുന്ന് നമ്മളെ അങ്ങനെ വേറെ പണിയെടുക്കല്ല, കുറച്ചൊക്കെ ഒന്ന് ചെയ്ത്. അപ്പോൾ അതുപോലെ എല്ലാവരോടും റഹ്മത്ത്. ഒരു പാവപ്പെട്ടവൻ വന്നിട്ട് കൈ കാണിക്കുമ്പോൾ, കൈ നീട്ടി വരുമ്പോൾ, എന്തായിരുന്നാലും എൻ്റെ കുട്ടികളുമാതിരി തന്നെയല്ലേ ഓൻ്റെ കുട്ടികളും, ഒരു റഹ്മത്ത് ഉണ്ടാകുമ്പോൾ പഴയ 2 ഉറുപ്പ്യ തന്നെ കൊടുക്കരുത്. കാരണം ചായക്ക് 10 ഉറുപ്പ്യയും 12 ഉറുപ്പ്യയും 15 ഉറുപ്പ്യാണ്. അപ്പോൾ ഒരു കാലി ചായക്കെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ? ആ ഒരു റഹ്മത്ത് അള്ളാൻ്റെ മനസ്സിൽ തന്നു എന്ന് നമുക്കൊരു തോന്നൽ വേണം. അതാണ് മൃഗങ്ങൾക്ക് പോലും ഉള്ള റഹ്മത്ത്, അതാണ് എന്നാ പറയുന്നത് അല്ലാഹു തആല. ഈ ഒരു റഹ്മത്ത് പരലോകത്തെത്തുമ്പോൾ ബാക്കി 99 കൂടി ഇതിക്കാണ്ട് കൂട്ടിച്ചേർക്കുമ്പോഴാണ് അള്ളാഹിൻ്റെ റഹ്മത്ത് നമുക്ക് കിട്ടുക. ഇർഹമു മൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക. യർഹമുക്കും മൻ ഫിസ് സമാ, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അപ്പോൾ അത് പരലോകത്തിൻ്റെ കാര്യം പറയുമ്പോൾ ആ റഹ്മത്ത് പറയണ്ടേ. അത് ആ റഹ്മാനുർ റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹു 2 തരത്തിലുള്ള റഹ്മത്ത് അള്ളാഹ്ക്കുണ്ട്.
ഇവിടെ അള്ളാഹു റഹ്മത്ത് തരുന്നത് മനുഷ്യൻ്റെ നന്മ തിന്മ നോക്കിയിട്ടല്ല, എല്ലാ തോന്നിവാസികൾക്കും അക്രമികൾക്കും ഒക്കെ, എന്നാൽ നല്ല മനുഷ്യന്മാർക്കും അള്ളാഹു തആല റഹ്മത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ റഹ്മത്ത് അള്ളാഹുവിൻ്റെ മറ്റൊരു നീതിയാണ്. ആ നീതി നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നല്ല ദീനിയായിട്ട് പടച്ചോനെ പേടിച്ച് സത്യസന്ധമായി കച്ചവടം ചെയ്യുന്ന ഒരാൾ ചിലപ്പോൾ പരാജയപ്പെട്ടു പോവുക. എന്നാൽ ജനങ്ങളെ പിടിച്ച് മുറുക്കി കള്ളച്ചതിയും പിന്നെ കണക്കിൽ കൃത്രിമവും കാണിച്ച് ചെയ്യുന്നവന് വലിയ സമ്പന്നനായി മാറുന്നു. അത് ഇവിടുത്തെ അള്ളാഹുവിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കുവാനുള്ള കാരുണ്യമാണ്. ആ കാരുണ്യം കൊടുത്തിട്ട് അവൻ പരീക്ഷണത്തിൽ ജയിക്കുമെന്ന്. എന്നാൽ അതാണ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഓത്തുപള്ളിയിൽ വെച്ച് പഠിച്ചത് എന്താ? റഹ്മാൻ്റെ അർത്ഥം നന്മ ചെയ്തവർക്കും ചെയ്യാത്തവർക്കും കരുണ നൽകുന്നവൻ. എന്നാൽ റഹീം പറഞ്ഞാലോ നന്മ ചെയ്തവർക്ക് മാത്രം കരുണ നൽകുന്നവൻ. അത് പരലോകത്ത്. അവിടെ മറ്റേ കാര്യത്തിലൊന്നും കോംപ്രമൈസ് ഉണ്ടാവില്ല. അതാണ് റഹ്മത്തിൻ്റെ വ്യത്യാസം. അപ്പോൾ പരലോകത്തെ പറ്റി പറയുമ്പോൾ റഹ്മത്ത് ഇങ്ങനെ പറയും അല്ലാഹു തആല. അതുപോലെ ഹയ്യ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. കാരണം പരലോകത്ത് രക്ഷ കിട്ടാൻ വേണ്ടി, ശുപാർശ കിട്ടാൻ വേണ്ടി ഇവിടെ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരുണ്ട്. ഓല് നമ്മളെ മുമ്പ് ചിലപ്പോൾ മരിച്ചു പോകും, ചിലപ്പോൾ നമ്മുടെ ശേഷം മരിച്ചു പോകും. എന്നായിരുന്നാലും ഖിയാമത്ത് നാളിന് മുമ്പ് ഓലൊക്കെ മരിച്ചു പോകും. പിന്നെ എന്നും ജീവിച്ചിരിക്കുന്നവൻ അവനല്ലേ രക്ഷ നൽകാൻ പറ്റുള്ളൂ. ആ ജീവിച്ചിരിക്കുന്നവൻ അള്ളയാണ്. അതുപോലെ ഖയ്യൂം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആവശ്യമുള്ളവനും ആരെയും ഇങ്ങോട്ട് ആവശ്യമില്ലാത്തവനുമായ സ്വയം നിലനിൽക്കാൻ കഴിവുള്ള പരമശക്തിയുള്ളവൻ. അതൊക്കെ അള്ളാഹു പരലോകത്തെ പറ്റി പറയുന്നത്. ഇതൊക്കെ മനുഷ്യന്മാർക്ക് എന്ത് വലിയ ശക്തി ഉണ്ടെങ്കിലും അങ്ങനൊന്നുമില്ല. ഖയ്യൂമല്ല, ഹയ്യല്ല, യഥാർത്ഥ റഹ്മാനല്ല, റഹീമല്ല. അതൊക്കെ മനുഷ്യന്മാർക്ക് മനുഷ്യന്മാരുടേതായ കുറവുകളുണ്ട് എന്ന് പഠിപ്പിക്കാനാണ്. ഇരിക്കട്ടെ, നമ്മൾ എവിടെയും നിർത്താം. വായനത്തിൽ ഉജൂൽ ഖൈ വഖദ് ഖാബ പരാജയപ്പെട്ടു പോയിരിക്കുന്നു. വഖദ് ഖാബ പരാജയപ്പെട്ടു പോയിരിക്കുന്നു. ഖൈബത്ത് എന്ന് പറഞ്ഞാൽ ആര്? മൻ ഹമല ളുൽമ, ളുൽമ് പേറിച്ചല്ലവൻ. ഹമല ളുൽമൻ, ളുൽമ് അക്രമവും വഹിച്ചുകൊണ്ട് പരലോകത്ത് ചെന്നവൻ. നമ്മൾ ചെയ്യുന്ന അക്രമങ്ങൾ നമ്മൾ തന്നെ വഹിക്കേണ്ടി വരും. വലാത്തസിറു വസറത്തും വിസറ ഉഖറാണല്ലോ. വേറൊരാൾ അക്രമം നമ്മൾ വഹിക്കേണ്ട. എന്നാൽ നമ്മളെ അക്രമം വേറൊരാളും വഹിക്കൂല. അത് എൻ്റെ മോനാണ്, ഓന് കുറേ തെറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ അടുത്ത് കണ്ട് തന്നാളി എന്ന് പറഞ്ഞിട്ട് സാലിഹായ ബാപ്പാക്ക് ഒരു പാപ്പിയായ മകൻ്റെ അക്രമങ്ങൾ ഏറ്റെടുക്കാൻ കഴിയില്ല. ആരും ഏറ്റെടുക്കൂല. പിന്നെ വഖദ് ഖാബ മൻ ഹമല ളുൽമ, ആര് ളുൽമ് വഹിച്ചുവോ അവൻ പരാജയപ്പെട്ടു പോയിരിക്കുന്നു. എന്നാലോ ഒമയ്യായ്മൽ, അതിൻ്റെ മറുവശം ഒമയ്യായ്മൽ മിനസ്സാലിഹാത്തി, നല്ല പ്രവർത്തനങ്ങൾ ആരെങ്കിലും ചെയ്തുവോ ഓഹുവ മുഅ്മിനുൻ, അവൻ വിശ്വാസിയായിക്കൊണ്ട്. അവിടെയാണ് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആൾ നാട്ടിലുണ്ട്, ഒരുപാട് മനുഷ്യന്മാരെ സഹായിക്കുന്നുണ്ട്, ഒരുപാട് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തു വേണം? വിശ്വാസിയായിക്കൊണ്ട് പരലോകത്ത് നന്മ ചെയ്തവനേ പരലോകത്ത് ഉപകാരം കിട്ടുകയുള്ളൂ. അവിശ്വാസിയായി നന്മ അമലു സാലിഹാത്ത് ചെയ്താലോ, അവിശ്വാസിയായിക്കൊണ്ട് ഒരാൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്താലോ അതിൻ്റെ കൂലി ചിലപ്പോൾ ഇഹലോകത്ത് തന്നെ അല്ലാഹു തആല കൊടുക്കും. കാരണം അവന് പരലോകത്തിൽ വിശ്വാസമില്ലല്ലോ. അപ്പോൾ വമയ്യായ്മൽ മിനസ്സാലിഹാത്തി വഹുവ മുഅ്മിനുൻ, മുഅ്മിനായിക്കൊണ്ട് സാലിഹായ കാര്യങ്ങൾ ചെയ്തവൻ ഫലാ യഖാഫു, അവന് പേടിക്കേണ്ടതില്ല, ളുൽമൻ അക്രമത്തെ പേടിക്കേണ്ടതില്ല, വലാ ഹളുമ നാശത്തെയും പേടിക്കേണ്ടതില്ല. ഹളുമ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ നാശം, തകർച്ച. അക്രമം ഉണ്ടാവില്ല, തകർച്ചയെയും അവൻ പേടിക്കേണ്ടതില്ല, അവൻ രക്ഷപ്പെടും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.